ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഭഗവാന്റെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ടാണ്, വ്യാഖ്യാർത്ഥമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ ശ്ലോകം ഏതാണെന്നുള്ളത്. അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല. ഞാൻ പാടിത്തരട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ ശ്ലോകം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാർത്ഥം എന്നാൽ നിങ്ങൾക്കറിയോ? പലപ്പോഴും പല സ്വാമിമാരും പല ഭാഗവത ആചാര്യന്മാരും ഒക്കെ പറയുന്നൊരു കാര്യമാണ്. ഈ ശ്ലോകം സന്തോഷത്തോടുകൂടെ ഭഗവാനെ ഭജിച്ചുകൊണ്ട്, സന്തോഷത്തോടുകൂടെ ഭഗവാനിൽ ലയിച്ചുകൊണ്ട് ഈ ശ്ലോകം പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷവും ശക്തിയൊക്കെ വർദ്ധിക്കുമെന്ന് പറയുന്ന കേൾക്കാം അല്ലേ? പക്ഷെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് ശരിക്കും അത് അർത്ഥം മനസ്സിലാക്കി ഭഗവാനിൽ സമർപ്പിതമായി ചൊല്ലുന്ന രീതിയാവുക. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ എന്നതിനർത്ഥം എന്താ? കൃഷ്ണായ വാസുദേവായ, വാസുദേവന്റെ പുത്രനായ കൃഷ്ണ, വസുദേവ പുത്രനല്ലേ കൃഷ്ണൻ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ, പരമാത്മാവായ ഹരി. ഹരി എന്നതിനർത്ഥം എന്താണ്? എല്ലാം ഹനിക്കുന്നവൻ, എല്ലാം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഷ്വിചാരങ്ങളെയും ദുഷ്ചിന്തകളെയും എല്ലാം ഹനിക്കുന്നവൻ ഹരി, പരമാത്മാവായ ഹരി അല്ലേ? പരമാത്മാവായ ഹരി, വാസുദേവന്റെ പുത്രനായ പരമാത്മാവായ ഹരി. അതാണ് ആദ്യത്തെ 2 വരിയുടെ അർത്ഥം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി. ഇനി അടുത്ത വരി എന്താ? പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എല്ലാ ദുഃഖത്തെയും ഹനിക്കുന്നവനാണ് ഹരി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതന്നെയാണ് അടുത്ത വരിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ? പ്രണത ക്ലേശനാശായ, എല്ലാ ക്ലേശങ്ങളെയും, നമ്മുടെ ഓരോ മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ഹനിച്ച് എൻ്റെ ഗോവിന്ദ, അല്ലെങ്കിൽ അല്ലയോ പ്രഭോ നാരായണ കൃഷ്ണ, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തരണേ എന്നാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് എൻ്റെ നമസ്കാരം ഗോവിന്ദ എന്നാ പറയുന്നത്. മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ദുഃഖങ്ങളെയും എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും അങ്ങ് മാറ്റിത്തരണേ കൃഷ്ണ ഗോവിന്ദ എന്നാ പറയുന്നത്. ഇത് ജപിക്കുന്നതുകൊണ്ട് നമുക്ക് അതാണ് ഫലമായിട്ട് വരുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായോ അർത്ഥം? അപ്പം എന്താണ്? ഓം ചേർത്തിട്ടാണ് നമ്മൾ ശരിക്കും പാടേണ്ടത്. ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ്. ഞാൻ ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത്. എങ്കിലും എങ്ങനെയെങ്കിലുള്ള വ്യാഖ്യാർത്ഥമായിട്ട് കുറേ ഉണ്ടാവില്ലേ? അപ്പോൾ വ്യാഖ്യാർത്ഥമായിട്ട് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഹനിക്കുന്നവനെ, എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അവിടുന്ന് ഹനിച്ചു തരണമേ എന്നാണ് പറയുന്നത്. അവിടുന്ന് എൻ്റെ ദുഃഖം, എൻ്റെ ക്ലേശങ്ങളൊക്കെ ഹനിച്ചു തരണമേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ ചൊല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കൂ. അപ്പോൾ അതിലും ഭഗവാനിൽ ലയിച്ച് നമുക്ക് എല്ലായ്പ്പോഴും ഇത് ചൊല്ലുന്നവനാണെങ്കിൽ, അർത്ഥം മനസ്സിലാക്കാണ്ട് ചൊല്ലുന്നവനാണെങ്കിൽ ഈ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് എല്ലാവരും ചൊല്ലണം. ചൊല്ലാത്തവരൊക്കെ ഇനി മുതൽ ചൊല്ലി തുടങ്ങണം. എല്ലാവരും പറയുന്നതാ
ഈ മന്ത്രത്തെക്കുറിച്ച്. ഇത് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ്. ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് കൃഷ്ണായ വാസുദേവായ. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ചൊല്ലണം. ദുഃഖങ്ങളും ക്ലേശങ്ങളും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല അല്ലേ? അപ്പോൾ എല്ലാം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തോടു കൂടെ ഭഗവാനിലേക്ക് ഭഗവാനെ ലയിച്ച് മനസ്സിൽ വിചാരിച്ച് ഈ മന്ത്രം ജപിച്ചു നോക്കൂ. മാറ്റങ്ങൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് ഈ മന്ത്രം ഒന്നുകൂടെ ജപിച്ചിട്ട് അവസാനിപ്പിക്കാം. ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ അർത്ഥം മനസ്സിലാക്കി ഭഗവാനിൽ ലയിച്ച് ചൊല്ലുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.